Hello guys, welcome back to my channel MHD Unboxing. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സാംസങ് A30s ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം A30s. അപ്പോൾ ഇതിലെന്ന് പറയുന്നൊരു ട്രിപ്പിൾ ക്യാമറയും ഒരു ഇവിടെ ബാക്കിൽ ഒരു അതിൻ്റെ ഫുൾ സ്പെക്സ് കൊടുത്തിന് ഫുൾ മീൻസ് ക്യാമറ തന്നെ, അതായത് ഫുൾ സ്ക്രീനാണ്. അതായത് പിന്നെ ബാക്ക് ക്യാമറ 25 MP-ൻ്റെയും 8 MP-യും 5 MP-ൻ്റെയും ട്രിപ്പിൾ ക്യാമറ ആണ്. 16 MP-ൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് 64 GB ഇൻറ്റേർണലും 4 GB റാമുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ സ്പെക്സ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഓൺ സ്ക്രീനാണ്. പിന്നെ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് തുറക്കുമ്പം തന്നെ ആ ഒരു ലിഡിൻ്റെ ഉള്ളിൽ, അതായത് ആ ഒരു മൂടിൻ്റെ ഉള്ളിലൊരു സാധനം വരുന്നുണ്ട്, ഒരു ബോക്സ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ സാംസങ്ങിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിം ട്രേൻ്റെ പിന്നും ഉണ്ട്. പിന്നൊന്നുമില്ല. പിന്നെ ഉള്ളിൽ എന്താ നോക്കാം. അപ്പം നമുക്ക് ഉള്ളിൽ എന്താ നോക്കാം. ഒന്ന് ഒരു പൗച്ചാണ് വരുന്നത്. അതിൻ്റെ സാംസങ്ങിൻ്റെ, അതായത് ഈ ഒരു ഫോണിൻ്റെ പൗച്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗൈഡും വാറൻറ്റി കാർഡ്, ലോക്ക് ഗൈഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് മാറ്റി വെക്കാം, അത് വലിയ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പൗച്ച്. ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു അടിപൊളി പൗച്ച്, ഫ്ലെക്സിബിളായിട്ടുള്ള ഇത് കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ ഉള്ളിലെ ബോക്സിൻ്റെ അകത്ത് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോണാണ് കാണുന്നത്. നമ്മളെ നായകൻ അതിനടുക്കാണ് കഴിഞ്ഞിട്ട് അതാണ് ഫോണ്. അത് നമുക്ക് മാറ്റി വെക്കാം. എല്ലാം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചാർജർ, അഡാപ്റ്റർ ചാർജർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചാർജർ കേബിൾ വരുന്നുണ്ട്. പിന്നെ ഹെഡ്സെറ്റും വരുന്നുണ്ട്. അഡാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് കാണാം. പിന്നെ അതിൻ്റെ വോൾട്ട് അങ്ങനത്തെ ഒക്കെ കാണാം. സാംസങ് കാണാം. സാധാ പിന്നെ തന്നെ ഫ്ലാറ്റ് അങ്ങനത്തെ ഒന്നുമല്ല, സാധാ പിന്ന്. നമുക്ക് കേബിൾ എടുക്കാം. കേബിൾ എടുത്ത് നോക്കുമ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനൊരു ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. കണ്ടാൽ മനസ്സിലാവും, ടൈപ്പ് സി പോർട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഫോൺ സി പോർട്ടാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം വരുന്ന എല്ലാ ഫോണിനും സി പോർട്ടാണ്. ഇത് അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഹെഡ്സെറ്റാണ് ഇതിലുള്ളത്. ഹെഡ്സെറ്റ് ഒന്ന് ജസ്റ്റ് ഇതാക്കാം. 1 മിനിറ്റ്. ഇതാണ് ഹെഡ്സെറ്റ്. സാധാ ഒരു പഴയ മോഡലല്ല, ഒരു സാധാ മോഡൽ, ബഡ്സ് ഒന്നും ഇല്ലാത്ത ഹെഡ്സെറ്റ്. സാധാ ഹെഡ്സെറ്റാണ് വരുന്നത്. ഇതൊന്നും നോക്കല, അടിപൊളി തന്നെ ഒരു സാധാ ഹെഡ്സെറ്റ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ബോക്സിലൊന്നും വരുന്നില്ല, അത് കാര്യമാണ്. പിന്നെ ഒന്നും വരുന്നില്ല. അപ്പോൾ ബോക്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് നമ്മളെ ഫോണ്.
ജസ്റ്റ് നമുക്കൊന്ന് കവറൊന്ന് മാറ്റിയെടുക്കാം. ഇതാണ് നമ്മളെ ഫോൺ. അടിപൊളി ഡിസൈനാണ് ഫോണിന്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഒരു അടിപൊളി ഡിസൈനാണ് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ബ്ലാക്കാണ് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ബ്ലാക്ക്. ബ്ലാക്ക്. അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ വേണമെങ്കിൽ നമുക്ക് പറിക്കല്ലേ വേണ്ട, പറിക്കണ്ടെങ്കിൽ പറിക്കാം. തൽക്കാലത്തേക്ക് ഞാൻ പറിക്കുന്നില്ല, അവിടെ വെക്കാം. ഇതൊക്കെയാണ് നമ്മളെ മുമ്പിലത്തേത്. ഇപ്പോൾ നമുക്കൊന്ന് സൈഡിലോട്ട് പോവാം. അത് ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഒരു സിം ട്രേ മാത്രമാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ മാത്രമാണുള്ളത്, വേറൊന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ വോളിയം ബട്ടണും കാണാം, അതേമാതിരി തന്നെ പവർ ബട്ടണും കാണാം. ഓക്കെ, പിന്നെ അടിയിലേക്ക് വരുമ്പോൾ സ്പീക്കർ കാണാം, പിന്നെ സി പോർട്ടിൻ്റെ USB കാണാം, സി പോർട്ടിൻ്റെ കാണാം, അതായത് ചാർജിങ് പോയിൻ്റ് കാണാം. പിന്നെ മൈക്രോഫോൺ കാണാം, അതായത് മൈക്ക് കാണാം. പിന്നെ 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്കും കാണാം. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളെ 3 ക്യാമറ കാണാം, അതായത് 25 MP, then 25 MP, 8 MP, 5 MP ക്യാമറ കാണാം. ഒരു ഫ്ലാഷ് ലൈറ്റും കാണാം. പിന്നെ സാംസങ്. പിന്നെ മുമ്പിൽ ആകെ ഒരു ഈ ഡോട്ട് നോച്ച് മാത്രമേ ഉള്ളൂ, ഫുൾ ഇതല്ല. ഫുൾ ഡിസ്പ്ലേ മീൻസ് ഒരു ചെറിയ നോച്ച് ഉണ്ട്, അതായത് ഈ ഒരു സെൽഫി ക്യാമറേൻ്റെ മാത്രം ചെറിയൊരു നോച്ച്. ഫുൾ വിച്ച് മീൻസ് 16 MP ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് സിം ട്രേ ഈ ഭാഗത്താണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചത് സിം ട്രേ. ഇതാണ് നമ്മൾ സിം ട്രേ എന്ന് പറയുന്നത്, അതായത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കാണാൻ കഴിയും. അതായത് ഒരേ സമയം തന്നെ ഒരു മെമ്മറി കാർഡും 2 സിമ്മും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ലോട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫോൺ ഓണായി കഴിഞ്ഞിരുന്നു. ഫോണിൻ്റെ ഫുൾ ഇത് കാണിച്ചു തരാം. ഫുൾ മീൻസ് കുറച്ച് ഇത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോൺ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റും എൻ്റെ ഫേസ് ലോക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കാണിച്ചിട്ടാം. 1 minute. അപ്പോൾ ഇല്ല, പിന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ടാക്കിയ പാടായതുകൊണ്ട് ജസ്റ്റ് ഇത് ആദ്യം പാസ്വേഡ് അടിക്കണം, എന്നിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് ചെയ്യാൻ കഴിയുക. 1 minute. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ്, ഇപ്പോൾ ഓണാക്കി സെറ്റ് ചെയ്തതാണ് വാൾപേപ്പർ. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് കാണിച്ചു നിങ്ങൾക്ക്. നമ്മളെ ഫിംഗർ പ്രിൻറ്റ് ഇങ്ങനെയാണ് നമ്മളെ ഇത് വരിക. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നോട്ടിഫിക്കേഷനിൽ. ഞാൻ അധികം നൈറ്റ് മോഡാണ് ആക്കിയിടത്. നൈറ്റ് മോഡ് ആകുമ്പോൾ ഒരു കണ്ണിന് സുഖമാക്കാം, കണ്ണിനൊക്കെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റിങ്സിൽ പോയി നോക്കാം.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ഇതാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒരു ഫേസ് അൺലോക്ക് ഉണ്ട്, പിന്നെ 3 ഫിംഗർ പ്രിൻ്റ് വെച്ചിന് അതേമാതിരി മാറ്റണമെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ അതേമാതിരി ക്യാമറൻ്റെ ഇത് കാണിച്ചു തരാം, എഫക്റ്റ് കാണിച്ചു തരാം. ക്യാമറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോ കുറേ ഉണ്ട്. അതായത് 3:4 കുറേ വെച്ചിട്ടുണ്ട്, 9:16 ഉണ്ട്. അതുമാതിരി ഫുൾ ആക്കണേ ഫുള്ളും ഉണ്ട്. ഫുൾ കാണിച്ചു തരാം, ഇതാണ് ഫുള്ള് എന്ന് പറയുന്നത്. ഫുൾ ആക്കണേ ഫുള്ളും ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇതാണ് ആക്കത്. അപ്പോൾ ഇത് നമ്മളെ വൈറ്റ് മോഡ്, ഇത് സാധാ മോഡ്. ഇപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. വീഡിയോ മോഡ് ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, ലൈവ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം മുമ്പിൽ തന്നെ വെച്ചിട്ട് അതൊരു ഫോക്കസ് ശരിയാവും. പിന്നെ പ്രോ ക്യാം ഉണ്ട്, പനോരമ ഉണ്ട്, പിന്നെ ഫുഡ് ഉണ്ട്. അതായത് ഫുഡെല്ലാം ഒരു സാധനം വെച്ചിട്ട് വെക്കുക. ഇത് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ക്യാമറയിലൊരു ഇനീഷ്യൽ കണ്ടുന്നത്. ബാക്ക് ക്യാമറൻ്റെ പിന്നെ ഫ്രണ്ട് ക്യാം 1 മിനിറ്റ്. ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഫ്രണ്ട് ക്യാം വരുന്നത്. ഫ്രണ്ട് ക്യാമിലും ഏകദേശം ഇങ്ങനത്തെ കുറച്ചുണ്ട് സാധനങ്ങളുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചെയ്യുക, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ അത്രയ്ക്കാണ് ക്യാമറേൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ കുറേ മോഡ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ കവറിട്ട് കാണിച്ചാൽ പൗച്ച് ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൗച്ച്. അതിനായിട്ടാണ് പൗച്ച് ഇട്ടിട്ടാണ് അടിപൊളി സേഫ്റ്റി തോന്നുന്നത്. ഒരു സേഫ്റ്റി ആയിട്ട് പൗച്ച് ഇട്ടിട്ടാണ് തോന്നുന്നത്. ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് പൗച്ച് ഇട്ടിട്ട്. അപ്പം ഇതേ ഉള്ളൂ. ബൈ. Please subscribe my channel and click the bell icon. Bye. See you soon.